എപ്പോഴും സമദൂരത്തിൽ നിൽക്കുന്ന NSS ഇപ്പോൾ എന്താണ് പെട്ടെന്നൊരു മനം മാറ്റം? LDFിനോട് അടുക്കുന്നു, പിണറായി വിജയനോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇതിനകത്ത് നിന്ന് എന്തോ ചില ഗൂഢ നീക്കം ഉണ്ട് എന്ന് സംശയിക്കുന്നില്ലേ? പെട്ടെന്നൊരു മാറ്റം തീർച്ചയായിട്ടും തോന്നേണ്ടതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത ശേഷം പെരുന്നയിൽ നിന്ന് കയ്യിലെ മഷിയുമായിട്ട് സുകുമാരൻ നായർ വരുമ്പോൾ പത്രക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, വോട്ട് ചെയ്തു ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ പരസ്യമായിട്ട് ഉയർന്ന ശബ്ദത്തിലും അദ്ദേഹം പറഞ്ഞത് ഇത് വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യലാണ്, വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യലാണ്, തോന്നിയാസത്തിനെതിരായിട്ടുള്ള വോട്ട് ചെയ്യലാണ്. വളരെ വ്യക്തമാണ് ആ മെസ്സേജ്. അത്രയും മതി, 2 വാക്യങ്ങൾ മതി, 2 ഫ്രേസുകൾ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മീനിങ് അതിൽ പാക്കഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ. എന്ന് പറഞ്ഞാൽ LDFിനെതിരായിട്ടാണ് തൻ്റെ വോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഇത്രയും പ്രചോദനം കിട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിക്കൊണ്ട് UDF വലിയൊരു നേട്ടം കാഴ്ചവെച്ചു. അത് ഈ ശബരിമല കാര്യത്തിൽ CPM എടുത്ത തീരുമാനത്തിൻ്റെ പ്രതിഷേധമായിരുന്നു എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു G. സുകുമാരൻ നായരുടേത്, NSSൻ്റെ അന്നത്തെയും ഇന്നത്തെയും ജനറൽ സെക്രട്ടറിയുടേത്. പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹം കുറച്ചുനാൾ NSSൻ്റെ പെരുന്നയിലുള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. ആരോഗ്യത്തിനൊക്കെ ഒരു ലോഭം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ ട്രാക്ക് മാറിയിട്ടുണ്ട്. യാദൃച്ഛികമാവാം, എന്താണെന്ന് എനിക്കില്ല. അദ്ദേഹത്തെ ഈ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സുരക്ഷിത ബോധം ഇല്ലായ്മ ഉണ്ടാവാം, സ്വാഭാവികമായിട്ട്. അത്തരം ഒരു സുരക്ഷിത ബോധം ഇല്ലായ്മ ആകാം ഒരു പക്ഷേ. LDFിൻ്റെ ആള് PS പ്രശാന്ത് തന്നെ നേരിട്ട് പെരുന്നയിൽ പോയി ഇദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം സ്വമനസാലെ യാതൊരു എതിർപ്പുമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഉപാധികളില്ലാതെ അതങ്ങ് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നേനെ, അതുകൊണ്ട് ഞാൻ പ്രതിനിധിയെ NSSൻ്റെ അയക്കാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള M. സംഗീത്, പണ്ട് താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന M. സംഗീത് കുമാർ, ശബരിമല പ്രക്ഷോഭത്തിലും മുൻ നിരയിൽ നിന്ന് നയിച്ചത് സംഗീത് കുമാറാണ് തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിനെ അയക്കുകയും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ആ വേദി പങ്കിടുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു, സംഭാഷണം നടത്തുകയും ചെയ്തു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന NSSൻ്റെ താല്പര്യങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ NSS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു SNDP അതുപോലെ തന്നെ ഈ 2 സംഘടനകൾ നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാറുടെ കീഴിലല്ല, ഇതൊരു നോൺ ട്രേഡിംഗ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ചുമതലകൾ വഹിക്കുന്നത് കമ്പനി രജിസ്ട്രാർ അല്ല, മറിച്ചാരാണ്? സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വകുപ്പിലെ രജിസ്ട്രാറാണ്. NSSനെ വേണമെങ്കിൽ ആ രജിസ്ട്രേഷൻ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ ഉപദ്രവിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിയും. ആ ഒരു ഭീഷണി നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, BJPയോട് ഇവരൊരു കാര്യം ആവശ്യപ്പെട്ടു. NSSകാർ എന്ന് പറഞ്ഞാൽ നായന്മാരുടെ തണ്ടെന്നുള്ളത് സുപ്രസിദ്ധമാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. നായർ തണ്ടെന്നൊക്കെ പറയും. ഒരു കാര്യം അങ്ങോട്ട് കയറി ആവശ്യപ്പെടത്തില്ല. എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചാലേ പറയാം. അല്ലാതെ ഞങ്ങൾക്ക് അത് വേണോ ഇത് വേണമെന്നും പറഞ്ഞ് ഈ മലബാറിലെയൊക്കെ സംഘടനകൾ വന്ന് ആവശ്യപ്പെടുന്ന പോലൊന്നും അങ്ങനെ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടോ, വേണ്ടത് ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ പറയൂ. അപ്പം അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ചെന്ന് ചോദിച്ചപ്പോൾ ഇവർ കൊടുത്ത ഒരാവശ്യമെന്ന് പറഞ്ഞാൽ, കേരളത്തിലൊരു സമുന്നതി ഉള്ളത് നമുക്കറിയാം. രമേശ് ചെന്നിത്തലയുടെ കാലത്ത് സമുന്നതി കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, മുന്നോക്ക കോർപ്പറേഷൻ. ആ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം ആനുകൂല്യങ്ങൾ മുന്നോക്ക വിദ്യാർത്ഥികൾ കൊടുത്തിരുന്നു. ശരിയായിട്ടൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും പേരിന് മാത്രം അതുണ്ടല്ലോ. ഇതേ മാതൃകയിൽ ഒരു സമുന്നതി കോർപ്പറേഷൻ ഇന്ത്യയിലെ എല്ലാ നായന്മാരുടെ താല്പര്യത്തിനപ്പുറം നല്ല കാര്യമാണ്, വിശാല താല്പര്യം, ഇന്ത്യയിലെ എല്ലാ മുന്നോക്ക സമുദായക്കാർക്കും ഉണ്ടാവണം എന്നൊരു ഡിമാൻഡ് വെച്ചു NSS. അപ്പോൾ ഡൽഹി കൊടുക്കുമ്പോൾ അത് ഹിന്ദിയിൽ വേണം.
അത് ഹിന്ദി പ്രചാര സഭയിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് സാധനം കൊടുത്തു. പക്ഷെ ഒരു നടപടിയും BJP ഗവൺമെൻറ് എടുത്തില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് BJP ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞത്, കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തത് LDF ആണെന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇതിന് മൂന്നാമതൊരു കാരണം കൂടെ ഉണ്ട് എന്താണെന്നറിയാം. ഇനിയിപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം ഏതാണ്ട് പോക്കാണെന്ന് സുകുമാരൻ നായർക്ക് ഒരുപാട് തിരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള മനുഷ്യന് മനസ്സിലായി. കാരണം ഇപ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭരണവിരുദ്ധ തരംഗം ഉപയോഗിച്ചുകൊണ്ട് ജയിച്ചു വരാം. പക്ഷേ ഇപ്പോൾ അവസാനം വന്ന് പഠിക്കൽ കൊണ്ട് ട്രാക്ക് തെറ്റി സെൽഫ് ഗോളുകൾ ആരംഭിച്ചത് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. കെ സുധാകരൻ ഇപ്പം മുഖ്യമന്ത്രിയാവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. അവരില്ല, അവിടെ സുരക്ഷിതമായിട്ട് അദ്ദേഹം ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ. എടുത്തൊരു പോക്ക്. ആരുടെ നിർബന്ധം? PD സതീശൻ. എന്തുകൊണ്ട്? താൻ പോരുമോ? ഞാനൊരാൾ എന്നെ ആക്ഷേപിച്ച് സംസാരിച്ച് ഞാൻ ഇരിക്കണ്ട, അത് കേന്ദ്രത്തിൽ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് മാറ്റിച്ചു. വന്നിരിക്കുന്ന പുതിയ ആളും സണ്ണി ജോസഫ്, ഒരു കാര്യവും ഇല്ലാത്ത ഒരു KPCC പ്രസിഡന്റ്, ഒരു കാര്യത്തിലും തീരെ അഴകൊഴ നയമുള്ള ഒരാൾ. മുരളീധരൻ പറഞ്ഞ പോലെ പത്രത്തിൽ പടം കണ്ടാലെങ്കിലും തിരിച്ചറിയാം. അത് മാത്രമല്ല, പത്രത്തിലെ പടം അവിടെ ഇരിക്കട്ടെ, കാര്യങ്ങൾ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണ്ടേ. ഇങ്ങനെ ശിഥിലമായി പോകുന്ന അവസ്ഥയിൽ ഒരു ഊർജം കൊടുക്കണ്ടേ. മുരളീധരന്, കരുണാകരന്, AK ആന്റണിക്കൊക്കെ ആ ഊർജം കൊടുക്കാൻ കഴിവുള്ളവരായിരുന്നു. അത് ഞങ്ങളിപ്പോൾ പരിഹരിക്കും. ഒരു ഫീൽ ഗുഡ് എന്നെങ്കിൽ അത് നമ്മൾ പറയും അല്ലേ, അതെങ്കിലും ഉണ്ടാവണ്ടേ. ഉണ്ടോ? എനിക്കതറിയില്ല. എന്താ ഇവിടെ സതീശന് അവകാശപ്പെടാൻ പലതും ഉണ്ട്. ഉമ അവരെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അവിടെ നിന്ന് ക്യാമ്പ് ജയിപ്പിച്ചു, തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ്. പിന്നെ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ യൂത്ത് ബ്രിഗേഡിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്ന് ജയിപ്പിച്ചു. അദ്ദേഹമാണ് ഇത് സ്ഥാനാർത്ഥിയാകുന്നതിന് സമ്മതിച്ചതും. അതുപോലെയാണ് തൃക്കാക്കരയും അദ്ദേഹമാണ് സ്ഥാനാർത്ഥി. അദ്ദേഹമാണ് സഹായം വേണ്ടാന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു, അവിടെയും സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ട് വന്നു. ഇത് പക്ഷെ ഒരു അഹങ്കാരമായി പോയാൽ കുഴപ്പമാണ്. താൻ പോരിമ, ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ നിന്നും പുറത്താക്കണമെന്നുള്ളായിരുന്നു നിലപാട്. ഒരു ആവേശത്തിന് കയറി അങ്ങ് പറയുന്നത്. ഇതുവരെ ഒറ്റ പരാതി വന്നിട്ടുണ്ടോ? മുകേഷിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു പരാതി വന്നിട്ടുണ്ടോ അദ്ദേഹത്തിനെ കുറിച്ച്? അങ്ങനെയാണെങ്കിൽ രണ്ടുപേര് കോൺഗ്രസിൻ്റെ തന്നെ ഉണ്ടല്ലോ, വിൻസെന്റും ഉണ്ട്, എൽദോസും ഉണ്ട്. ഒന്നുകിൽ ഒരു 0 ടോളറൻസ് വെച്ചിട്ട് എൽദോസിനെയും വിൻസെന്റിനെയും ഈ പറഞ്ഞ രാഹുലിനെയും പുറത്താക്കി. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വന്നു. അതിൽ കാര്യമില്ല. കാരണം നിങ്ങൾ നിലപാടെടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നിലപാടെടുത്തത്? പെൺവിഷയത്തിലാണ്. ആ പെൺവിഷയം നിലനിൽക്കുന്നോ ഇല്ലയോ? നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്താക്കണം. വീണ്ടും ജയിച്ചു വരട്ടെ. വീണ്ടും ജയിച്ചു വരട്ടെ എവിടെ നിന്നാണ്? ഈ നിയമക്കുരുക്കിൽ നിന്നാണ് ജയിച്ചു വരേണ്ടത്, അല്ല മണ്ഡലത്തിൽ നിന്നല്ല. മണ്ഡലത്തിൽ നിന്നും ജയിക്കുന്നത് എൽദോസിന്റെ മിടുക്കുകൊണ്ടാണ്, അദ്ദേഹം അഗ്നിശുദ്ധനായതുകൊണ്ടായിരിക്കണമെന്നില്ല, കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇപ്പോൾ ഒരു വലിയൊരു സങ്കീർണതയുള്ളത്. ഇപ്പോൾ പാലക്കാട്ട് പോയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ, വാഹനത്തിൽ ഇങ്ങനെ എല്ലാവർക്കും വിഷ് ചെയ്ത് പോകുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA ആണോ? കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ചതാണോ? അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് തൻ്റെ പാർട്ടിക്കാരെയാണോ? അപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഇല്ലാതായ ഒരാൾ കോൺഗ്രസിൻ്റെ കളിയാണ് ഇവിടെ കളിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആരാ? അദ്ദേഹം നിയമസഭയിലേക്ക് പോയപ്പോൾ കൂടെ നിന്ന ആൾക്കാരാ? ശക്തൻ. അദ്ദേഹം കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്. വൈരുദ്ധ്യങ്ങൾ വരുന്നില്ലേ അതിൽ? ആശയക്കുഴപ്പം വരുന്നുണ്ടോ? അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം കൂടെ വരുന്നത് കോൺഗ്രസ്സിന് കുഴപ്പമാണ്. വ്യക്തതയില്ലാതെ വരികയാണ്. വ്യക്തതയില്ലാതെ വരുന്നു. ആ വ്യക്തതയില്ലായ്മ സഹായിക്കുന്നത് പിണറായി വിജയനെ. പിണറായി വിജയൻ്റെ ഈ സംഗമത്തിൽ NSSും SNDPയും അതുപോലെ KPMSും പങ്കെടുത്തു എന്നുള്ളത് പിണറായി വിജയന് മൈലേജ് ആവുകയാണ്. പക്ഷേ ഈ സുകുമാരൻ നായർ ഇപ്പോൾ LDFിനോട് അടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നെ എല്ലാ നായന്മാരും സുകുമാരൻ നായർ പറയുന്ന അനുസരിച്ച് വോട്ട് ചെയ്യും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കരയോഗങ്ങളെല്ലാം ഇപ്പോൾ എതിരാണ്. എതിരെന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ആ എതിർപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് സുകുമാരൻ നായർ കാണിച്ചത്. കാരണം കാറ്റ് മാറിയിട്ടുണ്ട് കരയോഗങ്ങളിൽ. ഉറച്ച കോൺഗ്രസ്സുകാരായിരുന്നു, പക്ഷേ BJP ലൈനിലേക്കാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ അരൂർ ചെറുകോൾ പുഴ ഹിന്ദുമത സമ്മേളനം
പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു മുക്കിൽ. അങ്ങനെയാണ് മാലയത്ത് സരളാദേവിയൊക്കെ അതിൻ്റെ പിന്നെ അത്താണി ആയിരുന്നത്. പക്ഷേ ഇപ്പം മാറി. മാലയത്ത് സരളാദേവിക്കെതിരെയുള്ള വലിയൊരു വിഭാഗം BJP സംഘപരിവാർ ആൾക്കാർ അതിൽ ധാരാളമായിട്ടുണ്ട്. ആ കാറ്റ് ഈ കരയോഗങ്ങളിലും ഉണ്ടാകും. അപ്പം സുകുമാരൻ നായരുടെ പിടിയിലൊന്നും നിൽക്കത്തില്ല കരയോഗങ്ങൾ. അല്ല, അദ്ദേഹം സ്വന്തമായിട്ടാണ് തീരുമാനമെടുത്തത്. ഏതെങ്കിലും ഒരു യോഗം കൂട്ടിയിട്ട് അതിൻ്റെ ആദ്യത്തെ തീരുമാനം സമദൂരം NSS കൂടിയിട്ടെടുത്ത തീരുമാനമാണ്. അത് കഴിഞ്ഞ് ശരിദൂരം NSSൻ്റെ എല്ലാ അംഗങ്ങളും പ്രധാനപ്പെട്ട ഭാരവാഹികൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനം. ഇതിപ്പോൾ വന്നിരിക്കുന്ന അങ്ങനെയല്ല. സ്വന്തമായിട്ടൊരു തീരുമാനവും അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പറയാറുള്ളതല്ല പുള്ളി. അച്ചടക്കം പാലിക്കുന്ന ആളാണ്, ശ്രദ്ധിച്ചു പറയുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് മുന്നണികളെയും, BJPയുടെ മുന്നണി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുന്നണി, രണ്ടിനെയും എതിർത്തൊരു പ്രസ്താവന സാധാരണ പെരുന്നയിൽ നിന്നും ഉണ്ടാവാറുള്ളതല്ല. അങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈലേജും കിട്ടുന്നത് പിണറായി വിജയനാണ്. ഇതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ NSSൻ്റെ ഡീപ്പ് ത്രോട്ടുകളിൽ നിന്ന്, ഗ്രേപ്പ് വൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്ര മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. പന്തളത്തോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പന്തളത്ത് നടന്ന ഈ ശബരിമല സംരക്ഷണ സംഗമം അതിൻ്റെ കൂടുതൽ NSSകാരിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഖങ്ങൾ കൂടുതൽ പറഞ്ഞതിൻ്റെ ഏതാണ്ട് 2 മടങ്ങ് ആൾക്കാരാണ് പങ്കെടുത്തത്. വെയിലും കൊണ്ട് ശബരിമലയിൽ പമ്പാതീരത്ത് AC, അതായത് സൺഗ്ലേസ്ഡ് AC ആയിരുന്നു. അവിടെ ആഹാരം കഴിക്കുന്നിടത്തും അതുപോലെ മീറ്റിംഗ് നടന്നതിന് 3 സെഷനുകൾ നടന്നതിനകത്തും വൻതോതിൽ 7 കോടി മുടക്കി. ഇവിടെ അതിൻ്റെ പകുതി പോലും മുടക്കി കാണത്തില്ല. വെയിലും കൊണ്ട് പൊടിയും ഏറ്റ് റോഡ് സൈഡിൽ നടന്ന മീറ്റിംഗാണ്. അതിൻ്റെ ശോഭയൊന്ന് കാണുന്നവർ എത്ര ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത്. പന്തളം എന്ന് പറഞ്ഞാൽ NSSൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അതുപോലെ മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നുള്ള വ്യക്തിയാണ്. ഇത് തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. പന്തളവുമായിട്ടുള്ള ബന്ധവും അഭേദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ വൻ വിജയമായി ഹിറ്റായി പിണറായിക്ക് തന്നെ ഒരു ശോഭ കുറവുണ്ടാക്കുകയും ചെയ്യുമ്പോൾ NSS തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ എതിർപക്ഷത്താണുള്ളത്. സുകുമാരൻ നായർ പക്ഷേ പിണറായി വിജയൻ്റെ പക്ഷത്തുമാണെന്നുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. എനിക്ക് തോന്നുന്നു സുകുമാരൻ നായർക്ക് ഇത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.